ഹരിത കേരളം ഉദ്ഘാടന ചടങ്ങിൽ കൊണ്ടും കൊടുത്തും മമ്മൂട്ടിയും ശ്രീനിവാസനും നാട്ടിലെ കൃഷിയിൽ തുടങ്ങി ജപ്പാനിൽ എത്തി നിന്നു ആ സംവാദം. ആദ്യം സംസാരിച്ച മമ്മൂട്ടി ശ്രീനിവാസനെ ഒന്ന് തോണ്ടിവിട്ടു. ഹരിത കേരളം വേദിയിൽ തുടക്കം കൃഷിയിൽ നിന്ന് തന്നെ. ഈ ജൈവ കൃഷി എന്ന് പറഞ്ഞ് ഞാനും ശ്രീനിവാസനുമായി ചെറിയൊരു വാഗ്വാദം ഉണ്ടായി. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ജൈവ കൃഷിയാണോ സ്വാഭാവിക കൃഷിയാണോ എന്ന് ചോദിച്ചു. പുള്ളി പക്ഷേ ഇത് രണ്ടിൽ ഏതാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല. തൊട്ടു പിന്നാലെ മൈക്ക് ലഭിച്ച ശ്രീനിവാസൻ കയ്യോടെ മറുപടി കൊടുത്തു. പത്മശ്രീ കിട്ടിയ ആൾക്കാരോട് ഞാൻ വാഗ്വാദത്തിന് ഒരിക്കലും മുതിരാറില്ല. ഈ ജന്മത്തിൽ എനിക്ക് പത്മശ്രീ കിട്ടാനും പോകുന്നില്ല എന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. വേറെ എന്തെങ്കിലും ഒരു ശ്രീ, എന്റെ പേരിൽ തന്നെ ഒരു ശ്രീ ഉണ്ടല്ലോ, വേറെ എന്തിനാണ്. മറ്റൊരു കഥ നടന്നത് ജപ്പാനിൽ. ഞാനൊരു സ്ഥലത്ത് ഒരു 2 ഓറഞ്ച് വാങ്ങി അതിന്റെ തൊണ്ടിടാൻ സ്ഥലമില്ലാതെ ഒരു 4-4.5 കിലോമീറ്ററോളം നടന്നു. തൊണ്ടിടാൻ സ്ഥലമില്ല, നമുക്ക് അവിടെ ഇടാൻ പേടി, അന്യരാജ്യമാണ്. നമ്മൾ വല്ലയിടത്തും തൊണ്ടിട്ട് കഴിഞ്ഞാൽ പിടിച്ചകത്താക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മമ്മൂട്ടി അന്വേഷിച്ച് നടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു 3-3.5 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഒരു വേസ്റ്റ് ബോക്സ് കണ്ടത്, അവിടെ ഇട്ടത്. എവിടെ വെച്ച്? സ്ഥലം പറഞ്ഞാൽ നമ്മൾ വെറുതെ വീമ്പ് പറയണമെന്ന് പറയും. സ്ഥലം ജപ്പാനാണ്. ഒരു തുണ്ട് വേസ്റ്റ് കളയാൻ ജപ്പാൻ നിരത്തിലൂടെ നടന്ന് തളർന്ന താരത്തിന്റെ കഥയ്ക്ക് മറുപടിയായി വേറൊരു ജപ്പാൻ യാത്രയുടെ കഥ ഓർത്തെടുത്തു ശ്രീനിവാസൻ. ടോക്കിയോയിലാണല്ലോ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഏറ്റവും പുതിയത് എന്താണ് അവിടെ ഇറങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ, അവിടെ അതിനുള്ള പണം ഞാനവിടെ ഏർപ്പാട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, കുറെ സാധനങ്ങൾ ഏറ്റവും പുതിയത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാണ് കാണിച്ചത്, പറ്റിക്കല്ലേ ഇതെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, 1 വർഷമായിട്ട് അവിടെ പുതിയ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. സാധാരണ നിലയിൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒന്നുമില്ലാതിരുന്ന ചടങ്ങിൽ പക്ഷേ വിദ്യാർത്ഥികളടക്കമുള്ളവരെ ഒടുക്കം വരെ പിടിച്ചിരുത്തി ഈ ഡയലോഗ്. മനോരമ ന്യൂസ്, കൊച്ചി.